ശ്രീ അരുൺകുമാർ, ഇങ്ങനെയുള്ള ഒരു പൗരത്വമാണോ CPM മുന്നോട്ട് വെച്ചത്? അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുന്ന ആ പറച്ചിലുണ്ടല്ലോ, ആ പറച്ചിൽ ഈ സാഹചര്യത്തിൽ പറഞ്ഞത്, രാജസ്ഥാനിൽ നിന്ന് പറഞ്ഞ ആ പറച്ചിൽ അത് വല്ലാത്ത അതിരുകടന്നെന്ന് പറഞ്ഞാൽ പോരാ. അതിനെ താങ്കൾ എങ്ങനെയാണ്, താങ്കളുടെ പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തുന്നത് ശ്രീ അരുൺകുമാർ? സിജു സുഗതൻ, ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളാണല്ലോ സാധാരണ കൈകാര്യം ചെയ്യേണ്ടത്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാം. കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ച BJPക്ക് അവരുടെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാം. അങ്ങനെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം കൃത്യമായി നമുക്കെല്ലാം ബോധ്യമുള്ളതാണ്. 350-400 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് വലിയ തരത്തിൽ ഗീർവാണം വിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. 102 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2-3 ദിവസം കഴിയുമ്പോൾ 88 മണ്ഡലങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ്. അപ്പോൾ അത് 1/3 തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ BJP തന്നെ നടത്തിയ ആഭ്യന്തര സർവേയിൽ അവർക്ക് വ്യക്തമായി കഴിഞ്ഞ തവണ കിട്ടിയ 303 സീറ്റിൽ 166 സീറ്റുകളിൽ ദയനീയമായ തിരിച്ചടി നേരിടും എന്ന് BJPക്ക് തന്നെ ബോധ്യമായി. മറ്റാരും പറയുന്നതല്ലല്ലോ, BJPയുടെ ആഭ്യന്തര സർവേ ടീം അവർ തന്നെ വച്ച എക്സ്പെർട്ട് ടീമിനെ കൊണ്ട് പഠനം നടത്തിയപ്പോഴാണ് 166 മണ്ഡലങ്ങളിൽ തിരിച്ചടി കിട്ടുമെന്ന് പറയുന്നത്. മറ്റൊരു മണ്ഡലം പിടിച്ചെടുക്കുന്ന മണ്ഡലങ്ങൾ പറയുന്നത്, അതായത് BJP ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോവുകയാണെന്നുള്ള ബോധ്യം വന്നു. ആ ബോധ്യം വന്നപ്പോൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ അപ്രധാനമാക്കി വർഗീയ ചിന്തയോടെ എങ്ങനെയെങ്കിലും ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. കാരണം അവർ വിചാരിച്ചത് ജനുവരി മാസം 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്തി ആ പ്രധാനമന്ത്രി തന്നെ മുഖ്യ പൂജാരിയായി മാറി ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ ഓഫർ കൊടുത്ത ആളുകളെ അയോധ്യയിലേക്ക് ഒഴുക്കിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അയോധ്യ തന്നെയായിരിക്കും, രാമക്ഷേത്രം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചാ വിഷയമാ എന്നതാണ് അവർ വിചാരിച്ചത്. അങ്ങനെയാണ് അജണ്ട സെറ്റ് ചെയ്തത്. 2019 നമുക്ക് അനുഭവമുണ്ട്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, നോട്ട് നിരോധനം, GST അടക്കം തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്ത മുഴുവൻ വിഷയങ്ങളെയും 2019 ഫെബ്രുവരി മാസം 14-ാം തീയതി നടന്ന പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 45 സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ എല്ലാ ചർച്ചയും ദേശീയത എന്ന ഒറ്റ വിഷയത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ അന്ന് NDAക്ക് കഴിഞ്ഞു. അതേ സമാനമായ സാഹചര്യം രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം കൃത്യമായിട്ട് പ്രാണപ്രതിഷ്ഠയിലേക്ക് മാത്രം ഈ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുപോകാൻ അവരുദ്ദേശിച്ചു. അതിനുവേണ്ടി പൗരത്വ ഭേദഗതി നിയമം ചട്ടം കൊണ്ടുവന്നു 4.5 വർഷങ്ങൾക്ക് ശേഷം. പിന്നെ അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം പുട്ടിന് പീരയിടുന്നത് പോലെ ഇങ്ങനെ കൊണ്ടുവരാം, എല്ലാ ചർച്ചകളും അത്തരത്തിൽ നിലനിർത്താം എന്നതാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഗൗരവമായി ഈ രാജ്യത്തെ നീറുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വിദ്യാർത്ഥികൾക്ക് കൊടുത്ത വാഗ്ദാനം ഒന്നും പാലിച്ചില്ല, തൊഴിലാളികൾക്ക് കൊടുത്ത വാഗ്ദാനം ഒന്നും പാലിച്ചില്ല, അതുപോലെ തന്നെ കർഷകരെ അവരെ ശവപ്പറമ്പാക്കി മാറ്റി, ഓരോ 8 മിനിറ്റിലും ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന രാജ്യമാക്കി മാറ്റി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി, പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില, വിദേശത്തുനിന്ന് കള്ളപ്പണം കൊണ്ടുവരും, അത് ജനങ്ങൾക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു ഒരൊറ്റ വാഗ്ദാനം പോലും പാലിച്ചില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണമെങ്കിൽ മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ മതവൈര്യത്തിൻ്റെ കലാപത്തിയിലേക്ക് ചുട്ടരിച്ച് എങ്ങനെയെങ്കിലും ഒരു ഹിന്ദുത്വ അജണ്ട ആളിക്കത്തിപ്പിക്കണം. അതിനുവേണ്ടി കൂടുതൽ മക്കളുള്ളവർ, അതുപോലെ നുഴഞ്ഞു കയറ്റക്കാർ എന്നെല്ലാം ഒരു പ്രത്യേക സമുദായത്തെ വിളിച്ച്, മതവിഭാഗത്തെ വിളിച്ച് അവർക്ക് വേണ്ടി സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പച്ചയായ കള്ളം പറയുന്നു. ഞാൻ BJP പ്രതിനിധിയെ വെല്ലുവിളിക്കുകയാണ്. ശ്രീ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം, ആ പ്രസംഗം ശരിക്കും ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ വാചകമുണ്ടോ? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അത്തരം വാചകങ്ങളുണ്ടോ? അപ്പൊ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തി തീർത്ത് തെറ്റായിട്ടുള്ള പ്രചരണം BJPയുടെ എക്സ് അക്കൗണ്ടിലൂടെയും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും കോട്ടി ചെയ്യുകയാണ്. ഒരു പ്രധാനമന്ത്രിയാണ് പറയുന്നത്, കേവലം ഒരു BJP നേതാവ് എന്ന രൂപത്തിൽ മാത്രമല്ലല്ലോ. ഈ രാജ്യത്തിനൊരു മതമില്ല, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് മതമില്ല, ഭരണാധികാരികൾക്ക് മതപരമായ ചായ്വേ പാടില്ല. കാരണം കൃത്യമായി ഈ രാഷ്ട്രം ഒരു മതേതര രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ 1/4 വരുന്ന വലിയ വിഭാഗത്തെ അവരെ ആക്രമിക്കാൻ വേണ്ടി നുണപ്രചരണം നടത്തുകയാണ്. ആ നുണപ്രചരണം നടത്തി ഈ രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവൻ അവർക്ക് വേണ്ടി തീരെഴുതും, വീതം വയ്ക്കും എന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ള വാർത്തകൾ കോട്ട് ചെയ്യുകയാണ്. മുൻ പ്രധാനമന്ത്രി പറയാത്ത വാചകം പറഞ്ഞു എന്ന് പറയുകയാണ്. ഇത് BJP ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ അസ്ഥിരാവസ്ഥ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലും പ്രചരണത്തിലുമെന്നും മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയാതെ വരിക. ദക്ഷിണേന്ത്യയിൽ ആകെ കഴിഞ്ഞ തവണ 29 സീറ്റ് കിട്ടി. ആ 29 സീറ്റിൻ്റെ പകുതി പോലും അവർ എത്തില്ല. കാരണം കഴിഞ്ഞ തവണ 28-ൽ 25 സീറ്റ് കിട്ടിയ കർണാടകയും 4 സീറ്റ് കിട്ടിയ തെലങ്കാനയിലും വൻ തിരിച്ചടി അവർ നേരിടും എന്ന് അവർ ഭയപ്പെടുകയാണ്. പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്രയായാലും ബീഹാർ ആയാലും കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ 7 അയലക്കത്ത് പോലും അവർക്ക് എത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുകയാണ്.
ഉത്തർപ്രദേശിൽ അവർ ശക്തമായിട്ടുള്ള മത്സരത്തെ നേരിടുന്നു. ഡൽഹി, പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കി, അതൊന്നും ഈ തവണ കിട്ടില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാമിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തികഞ്ഞ രാഷ്ട്രീയ ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ അവിടെയും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ എങ്ങനെയെങ്കിലും വർഗീയത ആളിക്കത്തിക്കുവാനും ജനങ്ങളിൽ കൂടുതൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കുവാനും പ്രത്യേക മതത്തെ വേട്ടയാടാനും എല്ലാം നടത്തുന്ന ശ്രമമാണ്. ആ ശ്രമത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ ഈ രാഷ്ട്രം തള്ളിക്കളയും. ഇത്തരത്തിൽ വിഘടിപ്പിക്കുന്ന നയങ്ങൾ പണ്ടുണ്ടായപ്പോഴെല്ലാം ഒറ്റക്കെട്ടായി ഈ രാജ്യം പ്രതികരിച്ച സാഹചര്യം തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഒരു വാഗ്ദത്ത ഇസ്ലാം ഭൂമി നേടി പോയവരോ ഇങ്ങോട്ട് നുഴഞ്ഞു കയറ്റിയവരോ ഒന്നുമല്ല. കാരണം ഈ രാജ്യം രണ്ടായി വിഭജിക്കുമ്പോൾ ഇന്ത്യ എന്ന വികാരത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ ഭാഗമായി തുടരാൻ ആഗ്രഹിച്ചവർ തന്നെയാണ് ഇന്ത്യയിലുള്ള ഇസ്ലാം മതവിശ്വാസികൾ. അവരെ ഒരു തരത്തിലും അവഗണിക്കാൻ കഴിയില്ല. കാരണം അവർ സ്വാതന്ത്ര്യ സമരത്തിലടക്കം മുന്നണി പോരാളിയായി മാറി ഉജ്ജ്വലമായിട്ടുള്ള നേതൃത്വമായി മാറിയവരാണ്. അവർ സ്വാതന്ത്ര്യ സമരത്തെ ഒരു കാലത്തിലും RSSഉം സംഘപരിവാറും ചെയ്തതുപോലെ ഉറ്റുകൊടുത്തവരല്ല. ഒരു സമരത്തിലോ മുദ്രാവാക്യത്തിലോ അല്ലെങ്കിൽ പ്രകടനത്തിലോ പൊതുയോഗത്തിലോ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലോ അണിനിരക്കാത്തവരല്ല. അവർ ഇന്ത്യ എന്ന വികാരത്തിന്റെ ഭാഗമായി ഒറ്റക്കെട്ടായി നിന്നവരാണ്. രാജ്യം രണ്ടായി വിഭജിച്ചപ്പോൾ ഈ രാജ്യത്തോടൊപ്പം തന്നെ തുടരാൻ ആഗ്രഹിച്ചവരാണ്. അവരിൽ വിദ്വേഷത്തിന്റെ വിത്ത് വിതപ്പിക്കാനും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാനും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയ കലാപം ഉണ്ടാക്കാനും സംഘപരിവാർ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമത്തെ ഒറ്റക്കെട്ടായി ഈ രാജ്യം നേരിടും. ഇത് BJPക്ക് തന്നെ തിരിച്ചടിയാകും.